ചേച്ചി നോക്ക്, ഇതൊക്കെ പഴുത്തു. അത് നല്ല ടേസ്റ്റ് ആയി പഴത്തിനേ അമ്മ എപ്പോഴും പറയാറുണ്ടായിരുന്നു. അമ്മ കണ്ടില്ലെന്നാ തോന്നേ. ഹായ്, നല്ല പഴം. ചേച്ചി നമുക്ക് പഴം ജ്യൂസ് അടിച്ചാ? നമുക്ക് ജ്യൂസ് അടിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അമ്മനോ പറയാം ജ്യൂസ് അടിച്ചു തരാൻ. അത് ശരിയാ, ജ്യൂസ് അടിച്ചാലേ നല്ല രസമായിരിക്കും. ഈ പഴം നല്ല മധുരാന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചേച്ചി നമുക്ക് അമ്മേനോട് ജ്യൂസ് അടിക്കാൻ പറഞ്ഞാലോ? ഞാനത് അമ്മേനെ വിളിച്ച് കാണിക്കട്ടത്. അമ്മ അത് കണ്ടിട്ടുണ്ടാവില്ല. അമ്മേ അമ്മേ, എന്താണ് മൂന്നും കൂടെ രാവിലെ തന്നെ പറമ്പില്? അമ്മ നോക്ക്, പഴമൊക്കെ പഴുത്തമ്മ. ജ്യൂസ് ഉണ്ടായി തരും അമ്മ. അമ്മ നോക്കമ്മേ, ഈ പഴം മുഴുവൻ പഴുത്തമ്മേ. നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചാലോ അമ്മേ? നല്ല ടേസ്റ്റ് ആയിരിക്കും. ആഹാ, ഇത് മുഴുവൻ പഴുത്തില്ലേ? ഞാനാണ് കുറെ ദിവസമായിട്ടേ വീടിന്റെ ബാക്കോട്ടൊന്നും വന്നില്ല, അവിടെ ശ്രദ്ധിച്ചില്ല. നല്ല കോളായി. കാക്കേണ്ടി വരുന്നതിന്റെ ഒന്നേ കണ്ണുപെടാഞ്ഞ നന്നായി എന്തായാലും, ഇല്ലെങ്കിൽ ഒരെണ്ണം പോലും കിട്ടൂലേനി. അല്ല അമ്മേ, നമുക്കേ അവിൽ മിൽക്ക് ഉണ്ടാക്കിയാലോ? അവിൽ മിൽക്ക് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കൂലേ? അത് മതി, അവിൽ മിൽക്ക് മതി അമ്മേ. ജ്യൂസ് വേണ്ട, അവിൽ മിൽക്ക് നല്ല ടേസ്റ്റാ. ശരി അമ്മേ, അവിൽ മിൽക്ക് മതി. കുറെ കാലമായില്ല അവിൽ മിൽക്ക് കുടിച്ചിട്ട്. കടയിൽ പോകുമ്പോ ഒരു ഇച്ചിരി കിട്ടിയ ഗ്ലാസ്സിൽ നമ്മൾ ഉണ്ടാക്കുമ്പോ കുറേ കുടിക്കാലോ അമ്മേ. അതൊക്കെ ശരി തന്നെയാ. പക്ഷെ അവിൽ മിൽക്ക് ഉണ്ടാക്കാൻ പഴം മാത്രം പോരല്ല മക്കളെ. അവിൽ വേണം, പാല് വേണം, പിന്നെ കുറച്ച് നട്ട്സ് ഒക്കെ വേണ്ടേ? ഈ അണ്ടിപ്പരിപ്പോ ബദാമും അതേപോലെ നമ്മളെ കടലയും ഒക്കെ ഇടൂ. അതെല്ലാം കൂടി ഇട്ടാലല്ലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലാതെ വെറും പഴം കൊണ്ട് എങ്ങനെ ഉണ്ടാക്കാനാണ്? ഇവിടെയാണ് ഈ സാധനം ഒന്നുമില്ല. അപ്പുകുട്ടന് അവിൽമിക്ക് വേണം അമ്മ. അപ്പുകുട്ടന് അവിൽമിക്ക് തന്നെ വേണം, ജ്യൂസ് വേണ്ട. അമ്മ എന്നാലും അച്ഛനോട് വിളിച്ച് പറയൂ, അച്ഛൻ വരുമ്പോ ഇതൊക്കെ കൊണ്ടുവരാനേ. അച്ഛൻ രാത്രി വരൂ, അപ്പോഴേക്ക് മതി നിങ്ങൾക്ക്. എന്നാ ഞാൻ അച്ഛനോട് വിളിച്ച് പറയാം. അയ്യോ, രാത്രി വരെ ഈ പഴം ഇവിടെ വെച്ചിട്ട് കൊതിച്ച് നോക്കി നിൽക്കാനോ? അത് നടക്കൂല അമ്മ, ഇപ്പൊ തന്നെ വേണം. എന്നാ ഇപ്പൊ തന്നെ വേണമെങ്കിൽ നിങ്ങൾ പോയി കടയിൽ പോയിട്ട് സാധനമൊക്കെ വാങ്ങിക്കൊണ്ടുവരേണ്ടി വരും. അതിനെന്താ, ഞങ്ങൾ പോയി വാങ്ങിക്കൊണ്ടുവരാലോ. ഞാനും പ്രിയ ചേച്ചി കൂടെ പോയിട്ട് എല്ലാ സാധനം വാങ്ങി വരാം. അമ്മ പൈസ തന്നാ മതി. പൈസ അമ്മേന്റെ ഉണ്ടോ നോക്കട്ടെ. അമ്മേന്റെ ഉണ്ടാവും അമ്മ, നല്ലോണം നോക്കാമേ പ്ലീസ് അമ്മേ. അവിൽ മിൽക്ക് കഴിക്കാനുള്ള കൊതിയോണ്ടല്ലേ, അമ്മയ്ക്ക് കഴിക്കാലോ. സുഖിപ്പിക്കലൊന്നും വേണ്ട, അമ്മ നോക്കട്ടെ പേഴ്സ് എടുത്തിട്ട് അതിൽ എന്തെങ്കിലും ഉണ്ടോന്ന്. അമ്മേന്റെ പേഴ്സ് എന്തായാലും പൈസ ഉണ്ടാവും. അമ്മ പെട്ടെന്ന് താ അമ്മേ. ശരി ശരി, ഞാൻ പോയി നോക്കട്ടെ. പക്ഷെ നിങ്ങൾ റോഡിന്റെ സൈഡിൽ കൂടെ വേണം നടന്നു പോവാനിട്ടോ. കച്ചറയൊന്നും ഉണ്ടാക്കരുത്. അതേപോലെ പോകുന്ന പോലെ തന്നെ നേരം കൂടി തിരിച്ചു വരണം. ആടിപടി ഒന്നും തങ്ങി ലേറ്റ് ആവരുത്. അച്ഛൻ കൊണ്ട് വന്നാലേ അമ്മേനെയാണ് ചീത്ത പറയാം, ഞങ്ങളെ ഒറ്റയ്ക്ക് പുറത്ത് വിട്ടു പറഞ്ഞിട്ട്. ഇല്ല അമ്മേ, ഞങ്ങൾ ശരിക്കും പോയി വന്നോളാം. ഞാൻ നോക്കിക്കോളാം അമ്മേ. ഞങ്ങൾ സ്കൂളിലേക്ക് നടന്നല്ലേ പോവാറ്. എന്നാ കൊള്ളാം. അത് പറഞ്ഞപ്പോ ഓർത്ത്, ഓണപരീക്ഷന്റെ ടൈം ടേബിൾ ഒക്കെ ഇട്ടുണ്ട് ഗ്രൂപ്പില്, നിങ്ങളെ സ്കൂളിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പില്. നിങ്ങൾ രണ്ടാളും ഇതുവരെ ഒന്നും പഠിച്ചു തുടങ്ങിയില്ലല്ലോ. അപ്പുകുട്ടൊക്കെ പഠിച്ചു നമ്മ. അപ്പുകുട്ടന് ഫുള്ള് മാർക്ക് കിട്ടും. പേപ്പർ ഇട്ടട്ടെ, അപ്പൊ ഞാൻ പറഞ്ഞുതരാം ആരാ പഠിച്ചത് പഠിക്കാത്തതെന്നൊക്കെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നല്ല മാർക്ക് ഈ വട്ടം വാങ്ങിയില്ലേല് മൂന്നിന് നല്ല തല്ലിനോട് കിട്ടും. അമ്മ അവിൽ മിൽക്ക് കഴിക്കാൻ വേണ്ടി കൊതിച്ചുക്കുമ്പോഴാണ് അമ്മേന്റെ ഒരു ഉണക്ക പരീക്ഷ. എന്റെ കാര്യമൊക്കെ അറിയാം, എനിക്കല്ലേ പണ്ടേ മടിയല്ലേ. വേഗം പോയിട്ടേ കടയിൽ സാധനമൊക്കെ വാങ്ങിക്കൊണ്ടോന്ന് അവിൽ മിൽക്ക് എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കി കഴിച്ചിട്ടേ വേഗം പഠിക്കായിരുന്നോളേണ്ടി. ഇന്നോട്ട് രാത്രി പ്രത്യേകം പഠിക്കണം. 11 മണിയായിട്ട് ഉറങ്ങിയാൽ മതി. ഇന്ന് നിങ്ങൾക്ക് കുറെ പെൻഡിങ് ഉണ്ട് പഠിക്കാൻ. അതുകൊണ്ട് ഇന്നേട്ടേ വൈകി ഉറങ്ങിയാൽ മതി. 3 ദിവസം കഴിഞ്ഞാൽ പരീക്ഷ തുടങ്ങാണ്. അപ്പോഴാണ് ഓരോ കളി. ഞാൻ പോയിട്ടേ പൈസ എടുത്തും തരാം. അമ്മ ചടപ്പിച്ചല്ലോ, എന്റെ മൂഡ് അങ്ങോട്ട് പോയി അവിൽ മിൽക്ക് കഴിക്കാനുള്ള. അമ്മ പറഞ്ഞത് ശരിയാ പാറു, ഓണപരീക്ഷന്റെ ടൈം ടേബിൾ വന്നിട്ട്. അപ്പുകുട്ടൊക്കെ പഠിച്ചു ചേച്ചി. ഇവന് സുഖം, ഇവന് ഓറലല്ലേ ഉള്ളൂ. നമുക്കൊക്കെ എത്രയാ പഠിക്കാനുള്ളത്. ചേച്ചി പിന്നെ അമ്മേനെ പോലെ പരീക്ഷ എന്ന് പറയല്ലേ. അവിൽ മിൽക്ക് കഴിച്ച് കഴിയുന്നവരെങ്കിലും പരീക്ഷ ആരും ഉണ്ടല്ലേ ചേച്ചി. ഒരു സന്തോഷം ഉണ്ടാവില്ല, ഒരു സുഖം ഉണ്ടാവില്ല അവിൽ മിൽക്ക് കുടിക്കാൻ. എന്നാ പിന്നെ തൽക്കാലം അവിൽ മിൽക്ക് കഴിച്ച് കഴിയുന്നവരെ നമുക്ക് പരീക്ഷയുടെ കാര്യം മറക്കാം. അമ്മ പൈസ കിട്ടിയമ്മേ? 300 റുപ്യ ഉണ്ട് കേട്ടോ. സാധനം വാങ്ങിട്ടേ ബാക്കിയുള്ള പൈസ കൃത്യമായിട്ട് ഇവിടെ കൊണ്ടു തരണം. അല്ലാതെ ആ പീടിയിൽ കാണുന്ന കണ്ട മിഠായികളും സിപ്പപ്പ് പോലത്തെ എന്തെങ്കിലും ഒക്കെ വാങ്ങി വന്നാൽ നല്ല തല്ലിനോട് കിട്ടും രണ്ടിനും. ഇല്ല അമ്മ, ഞങ്ങൾ വേറെ ഒന്നും വാങ്ങൂല. റോഡിന്റെ സൈഡിൽ കൂടെ നടന്നു പോകണം കേട്ടോ. അപ്പുകുട്ട ഇവിടെ വാ, അമ്മേന്റെ കൂടെ പോയി ചേച്ചിമാര് പോയി വന്നോളൂ. അപ്പുകുട്ടനെ ചേച്ചിമാരെ കൂടെ കടയിൽ പോകണം അമ്മ. അപ്പുകുട്ടന് പോണോ? അതെന്തിനാ ഇപ്പൊ നീ പോന്നേ? ചേച്ചിമാര് പോയിട്ട് പെട്ടെന്ന് വരാം അപ്പുകുട്ട. നീ ഇവിടെ വന്നാൽ കുറെ സമയം എടുക്കും. വേണ്ട, എനിക്ക് വരണം. അപ്പുകുട്ടന് പോവണം അമ്മ. ചെക്കനെ കൊണ്ട് മോനെ അത്രയും ദൂരം നടക്കാനുണ്ട്. നിന്നെ ഇവർ അത്രയും ദൂരം ഒന്നും എടുക്കത്തില്ല. അവരെ ക്ഷണിക്കും, നീയും ക്ഷണിക്കും. പിന്നെ എന്തിനാ അത്ര കഷ്ടപ്പെട്ട് പോകുന്നേ? മാത്രല്ല റോഡിലൊക്കെ വണ്ടി ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് ഈ റോഡിന്റെ മുകളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കും. അമ്മയ്ക്ക് പേടിയാണ്. അപ്പുകുട്ട ഓടൂല. അപ്പുകുട്ട ചേച്ചിന്റെ കൈ പിടിച്ച് പോയിക്കോളാം അമ്മ. അപ്പുകുട്ട കടയിൽ പോണോ? ഈ ചെക്കന് വന്ന് നല്ല വാശിയായിട്ടുണ്ട്. അവൻ കൂടെ വന്നോട്ടെ അമ്മ, ഞാൻ നോക്കിക്കോളാം അവനെ. അല്ലാതെ എന്ത് ചെയ്യാനാ? രണ്ടും കൂടെ പുന്നാരിച്ചേ തോളിൽ കയറ്റി വെച്ചിട്ട് ചെക്കനെ. ഒരു വക അനുസരണല്ല ഇപ്പൊ ചെക്കന്. എന്തായാലും നിങ്ങൾ പോയി വന്നോളി. ചെക്കനെ നല്ലോണം നോക്കണം കേട്ടോ. റോഡ് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. അതിന്റെ കൈ പിടിക്കണോ? ഞാൻ ഏറ്റമ്മേ. ഞാൻ വേഗം പോയി വന്നോളി. ഞാൻ അരി എടുത്തിട്ടുണ്ട്, നോക്കട്ടെ ഊറ്റാനായിരുന്നു. ചേച്ചി അപ്പുകുട്ടന്റെ മകൻ നോക്ക്. എടാ അമ്മ നിന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു. പിന്നെ എന്തിനാണ് നീ മുഖം ഇങ്ങനെ വെച്ചിരിക്കുന്നേ? ഒന്ന് ചിരിക്കടാ. നീ എന്തിനാണ് ശരിക്കും പോരുന്നത്? നിനക്ക് എവിടെ ഇരുന്നാ പോരെ? എത്ര ദൂരം നടക്കണം എന്നറിയാം നിനക്ക്. ഇനി ഒന്ന് പറയണ്ടടി, അവൻ പോന്നോട്ടെ. അവൻ നമ്മുടെ കൂടെ പോരാൻ ഇഷ്ടം കൊണ്ടല്ലേ. പാർച്ചേച്ചിനെ കൊണ്ടോണ്ട പിയ ചേച്ചിയെ. പാർച്ചേച്ചി ഇവിടെ നിന്നോട്ടെ. ഭയങ്കര അപ്പുകുട്ട വേഗം നടക്കണ. എത്ര സമയമായി? ചേച്ചിനെ എടുക്ക്, കാല വേദന ആവണ്ടിക്ക്. ഇതാണ് എന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞത്, നീ പോരണ്ട, ഞങ്ങൾ പോയിട്ട് വേഗം വാങ്ങി വരാന്ന്. പകുതി ദൂരം എത്തിയിട്ടുള്ളൂ അപ്പുകുട്ട. നിന്നെ എടുത്ത് നടന്ന എപ്പോഴാണ്
എത്തുക? എനിക്കെന്നെ നടക്കാനാവുന്നില്ല. കൊയങ്ങി ഞാൻ അവിൽ മിൽക്ക് കഴിക്കാനുള്ള പൂതി കൊണ്ട് ഇറങ്ങി പുറപ്പെട്ടത്. നമുക്ക് ഓട്ടോ വിളിച്ച് പോവാ. പൈസ ഉണ്ടല്ലോ ചേച്ചി, നമുക്ക് കയ്യിൽ പൈസ ഉണ്ടല്ലോ. എടാ ഓട്ടോയൊക്കെ പിടിച്ചു കഴിഞ്ഞാലേ പിന്നെ ബാക്കി പൈസ ഒന്നും ഉണ്ടാവില്ല സാധനം വാങ്ങിക്കാൻ. അപ്പുകുട്ടനെ നടക്കാൻ വയ്യ, അപ്പുകുട്ടനെ എടുക്കണോ? അപ്പുകുട്ടന്റെ കാല് വേദന ആവുന്നുണ്ട്. അതാ ഞാൻ നിന്നോട് അപ്പഴേ പറഞ്ഞേ നീ പോരണ്ടാന്ന്. പറഞ്ഞാലും കേൾക്കൂല. ഇപ്പൊ വന്നിട്ട് അവന് നടക്കാനും വയ്യ. എന്റെ പൊന്നപ്പുകുട്ടാ, ചേച്ചിക്ക് വയ്യടാ നിന്നെ എടുക്കാനേ. എന്നെ എടുക്കണം ചേച്ചി, എടുക്കണം എന്നെ. അല്ലാതെ അപ്പുകുട്ട ഇവിടെ ഇരിക്കും, അപ്പുകുട്ട വരൂല. ഇത് വലിയ കഷ്ടായില്ല അവനെ കൊണ്ടോന്ന് ചേട്ടി. പാറും പ്രിയാണല്ലോ അത്. ഇവരെന്താ ഇതിലേ? എന്തായാലും തേടി വള്ളി കാല് ചുറ്റിന്ന് പറഞ്ഞാ മതിയല്ലോ. ഹലോ, എന്താ ഇവിടെ? ഹായ് വരുണേട്ടൻ. അല്ല, നിങ്ങളെന്താ ഇവിടെ? ഞങ്ങളെ കുറച്ച് സാധനം വാങ്ങാൻ വന്നതാ വരുണേട്ടാ. അല്ല വരുണെന്താ ഇവിടെ? അത് കൊള്ളാം. ഞാൻ എന്താ ഇവിടെന്നോ? ദേ ഈ കാണുന്നല്ല എന്റെ വീട്. ഇത് വരുണിന്റെ വീടാണോ? അതെ, ഇതാ എന്റെ വീട്. വരുണേട്ടന്റെ വീട് അടിപൊളി വീടാണല്ലോ. എന്തൊരു വലിയ വീടാ. ഓ ഇതൊക്കെ എന്ത്. അല്ല, നിങ്ങൾ വാ, വീട്ടിൽ കയറിയിട്ട് പോവാ. അയ്യോ വേണ്ട, ഞങ്ങള് പിന്നൊരിക്കൽ വരാം. ഞങ്ങളെ കടയിൽ പോവാൻ വന്നത് അത്യാവശ്യമായിട്ട്. ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടല്ലോ. നിങ്ങൾ പിന്നെന്താ ഇവിടെ നിന്നേ? അത് പിന്നെ ഒന്നും പറയണ്ട. ഈ ചെക്കനോട് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളെ കൂടെ വരണ്ട, ഞങ്ങൾ പോയിട്ട് വേഗം വാങ്ങിച്ചു വരാന്ന്. പക്ഷെ ഇവനെ പോന്നേ പറ്റൂന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഭയങ്കര വാശിയും കരച്ചിലൊക്കെ ആയിരുന്നു. എന്നിട്ട് ഇവൻ നടക്കാന്നും പറഞ്ഞു. പക്ഷെ ഇവിടെ എത്തിയപ്പോ ഇവൻ പറയാം ഇവന് നടക്കാൻ വയ്യ, അവന് കാല് വേദന ആവുന്നുണ്ട്, ഞങ്ങൾ ഇവനെ എടുക്കണമെന്ന്. എന്നെ എക്കണം, എന്റെ കാല് വേദനയാവുണ്ട്. ആഹാ, എന്നാ നിങ്ങൾ കടയിൽ പോയി വരുന്നവരെ അവൻ ഇവിടെ നിന്നോട്ടെ, ഞാൻ നോക്കിക്കോളാം അവനെ. മതി, അത് മതി. ഞാൻ വരുന്നേട്ടിന്റെ കൂടെ നിന്നോളാം. ചേച്ചിമാര് പോയി വന്നോ. അയ്യോ അത് വരുന്നൊരു ബുദ്ധിമുട്ടാവൂലേ? പിന്നെ എനിക്ക് എന്തൊരു ബുദ്ധിമുട്ടാ, ഞാൻ നോക്കിക്കോളാം അവനെ. അവനല്ലേലും എന്റെ കൂടെ അനിയനല്ലേ. ഓ അങ്ങനെ. എന്നാ പിന്നെ അപ്പുകുട്ട നീ വരുന്നേട്ടിന്റെ കൂടെ ഇവിടെ നിന്നോ. ചേച്ചിമാര് വേഗം പോയിട്ട് വരാൻ കേട്ടോ. ശരി ചേച്ചി, ഞാൻ വരുന്നേട്ടിന്റെ കൂടെ നിന്നോളാം. ഞാൻ വികൃതി ഒന്നും കളിക്കരുത്, നല്ല കുട്ടിയായിട്ട് ഇരിക്കണം കേട്ടോ. നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ട് വാ, അവന്റെ കാര്യം ഞാൻ ഏറ്റുന്നേ. ആ ചേച്ചി, എന്നാ നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം. അപ്പുകുട്ട, നീ വരുണേട്ടന്റെ വീട് കണ്ടിട്ടില്ലല്ലോ. നിനക്ക് എന്താ വേണ്ടേ? ചായയോ ജ്യൂസോ ബിസ്ക്കറ്റോ മിഠായിയോ എന്ത് വേണേലും പറഞ്ഞു കേട്ടോ, വരുണേട്ട എടുത്തു തരൂ. വേണ്ട, അപ്പുകുട്ടന് അവിൽ മിൽക്ക് മതി. അവിൽ മിൽക്കോ? ഞങ്ങളുടെ വീട്ടില് പഴണ്ട്, ഫുള്ള് വലിയ കൊല പഴം ഉണ്ടായിരുന്നു. അതെടുത്തിട്ട് അവിൽ മിൽക്ക് ഉണ്ടാക്കാൻ സാധനം വാങ്ങാനാണ് ഞാനും ചേച്ചിമാരും വന്നത്. ഓഹോ, അപ്പൊ അവിൽ മിൽക്ക് ഉണ്ടാക്കി കഴിക്കാൻ പോകുന്നതാണ് മൂന്നും കൂടെ അല്ലേ? മോനെ വരണേ, ഇതാരാടാ? ഏതാ മോനെ ഈ പയ്യൻ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഇതിനെ. അമ്മേ, ഇവനെ എന്റെ ക്ലാസ്സിലെ പ്രിയ എന്ന് പറഞ്ഞൊരു കുട്ടി പഠിക്കുന്നുണ്ട്, അവളുടെ അനിയനാ. അവളുടെ അനിയനെ നീ എന്തിനാണ് ഒക്കെ തേച്ച് നടക്കുന്നേ? അത് പിന്നെ അവളും അവളുടെ അനിയത്തിയും കൂടെ ഇവിടെ കടയിൽ വരെ പോയതാ. അപ്പൊ ഇവന് നടക്കാൻ വയ്യാന്ന് പറഞ്ഞപ്പോ എന്റെ അടുത്ത് ഏൽപ്പിച്ചു പോയതാ. അത് കൊള്ളാലോ, അവർക്ക് നോക്കാൻ വയ്യായിട്ടാണോ നിന്റെ അടുത്ത് തന്നേ? അങ്ങനെയൊന്നല്ല അമ്മ, ഇവനെ എനിക്ക് വലിയ ഇഷ്ടാ, അതുകൊണ്ടാ. എന്നല്ല, എന്റെ പ്രിയ ചേച്ചിനാണ് ഏട്ടന് കൂടുതൽ ഇഷ്ടം. പ്രിയ ചേച്ചിനോട് ഏട്ടനെ ഐ ലവ് യു. എന്തോന്ന്? എന്താണ് നീ പറഞ്ഞേ? അത് പിന്നെ അമ്മേ, ഇവൻ നല്ല കോമഡി അമ്മേ, അവൻ ചുമ്മാ ഓരോന്ന് പറയുന്നയാ. അവന്റെ ഒരു ചുമ്മാ പറച്ചില്. ഇവനാള് സരക്കേടില്ലല്ലോടാ. ഇല്ല അമ്മ, അവൻ പാവാണ്. അവൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കും, അത്രേ ഉള്ളൂ. അമ്മ ചെന്ന് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരുമോ ഇവന്റെ ചേച്ചിമാരെ നമുക്ക് വീട്ടിലേക്ക് വിളിക്കാമ്മ. പിന്നെ കൂടെ പോകുന്നവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാനും കയറ്റി ഇരുത്താനും ഇത് എന്താടാ സത്ര? എന്താ അമ്മ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ ഫ്രണ്ട്സ് ആന്ന് പറഞ്ഞില്ലേ? ഓ അവന്റെ ഒരു ഫ്രണ്ട്സ്. വന്നിട്ട് ഇതാരാ ഈ താടക? നിന്റെ അത് കൊള്ളാടോടാ, നിന്റെ നാവിന് നല്ല നീട്ടം കൂടുതലുണ്ടല്ലേ. നീ എന്തിനാ റോഡിന്റെ സൈഡിലടി വെച്ചിട്ടേ അകത്തേക്ക് വരാൻ നോക്ക്, കുറച്ച് പണിയുണ്ട് അവിടെ. അത് പിന്നെ അമ്മ, ഞാൻ അവര് വന്നിട്ട് വരാം. അവരാ കടയിൽ പോയിട്ട് എപ്പോ വരുന്ന വിചാരിച്ചിട്ടാ നീ? പ്ലീസ് അമ്മ, ഞാൻ വന്നേക്കാം. പെട്ടെന്ന് വന്നേക്കണം, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറി ഞാൻ പറഞ്ഞേക്കാം. ഇപ്പഴാ സമാധാനായത്. എടാ അപ്പുക്കുട്ട, നീ എന്നെ കൊലക്കി കൊടുക്കോടാ. എന്റെ പയ്യ ചേച്ചീനെ ഏട്ടന് കല്യാണം കഴിച്ച് തരൂല. അതെന്താടാ? ഇങ്ങനത്തെ അമ്മായിമ്മല്ല വീട്ടിലൊന്നും പെൺകുട്ടികളെ കൊക്കൂല അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ ഇഷ്ടല്ല. അമ്മായിമ്മ ഇല്ലാത്ത വീട്ടിലെ പിയ ചേച്ചിനെ കല്യാണം കഴിച്ച് കൊക്കുള്ളൂ.